ഹലോ, അസ്സാം വലൈക്കും. ജന്തർ മന്ദിർ ഡൽഹിയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിൽ റീൽസ് എടുക്കാൻ വേണ്ടി പോയവരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിവാദങ്ങൾ ഓരോരുത്തരെ കുറിച്ച് പറയുന്നുണ്ട്. ആരാ ആയിക്കോട്ടെ, റീൽസ് എടുക്കാൻ വേണ്ടി തമാശ രീതിയിലാണ് ഓരോരുത്തർ പോയിട്ട് എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഒരു വിഷയമല്ല. എന്ന് വെച്ചാൽ ഇതൊരു പ്രൊട്ടസ്റ്റാണ് ബ്രോ. പണ്ട് കാലത്ത് ചെയ്തിരുന്ന പോലെയല്ല. ഇപ്പോഴത്തെ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രീതിയിൽ ചെയ്യുന്നവരുണ്ട്. തമാശയായിട്ട് കോമഡി ആയിട്ട് ചെയ്യുന്നവരുണ്ട്, റീൽസ് ആക്കിയിട്ട് ഇത് ചിത്രീകരിക്കുന്നവരുണ്ട്, നാടകം പോലെ ചെയ്യുന്നവരുണ്ട്, പോലെ അവരുടേതായിട്ടുള്ള ഓരോ രാജ്യത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് റീൽസ് ചെയ്യുന്നവരുണ്ട്. അതൊന്നും ഇതിൽ ബാധിക്കണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റിനെ അനുകൂലിച്ചിട്ട് അവിടെ പോയി ചെല്ലുന്നുണ്ടല്ലോ ബ്രോ, ആ രീതിയിൽ അംഗീകരിക്കും. ഈ ഏതൊരു റീൽസിന് വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടായാലും ഒരു കുഴപ്പമില്ല. അവിടെ എത്തുന്നുണ്ട്, ഡൽഹി വരെ പോയിട്ട് ആ ഒരു കൂട്ടത്തിൽ കൂടുന്നുണ്ടല്ലോ, അതിനെ അംഗീകരിക്കണം. അതിനെ അംഗീകരിക്കണം ബ്രോ. അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ വീട്ടിലേക്ക് ഇരുന്നിട്ട് ഇതുപോലെ അവരെ കുറ്റം പറയുന്ന കാര്യങ്ങൾ അതൊന്നും നല്ല ശീലമായിട്ട് തോന്നണില്ല. ഒരു കാര്യം കണ്ടപ്പോൾ പറയാൻ തോന്നിയതാണ്. എന്നാലും ആ പ്രൊട്ടസ്റ്റിന് പോവാൻ കണ്ട മനസ്സ്, അല്ല പോവാൻ കാണിച്ച മനസ്സ് അത് കണ്ടില്ല എന്ന് നടിക്കരുത്. അത് ആരും ആയിക്കോട്ടെ, വീട്ടിൽ ഇരുന്നിട്ട് അത് പോസ്റ്റ് ചെയ്യണവരായാലും അതിൽ ബന്ധപ്പെട്ടവർ തന്നെയാണ്. അല്ലെങ്കിൽ നാട്ടിലിരുന്നിട്ട് അല്ലെങ്കിൽ വിദേശത്തിരുന്നിട്ട് ഈ പ്രൊട്ടസ്റ്റിനെ അനുകൂലിച്ചതും അനുകൂലിക്കുന്നവരും സ്റ്റാറ്റസ് ഇടുന്നവരും സ്റ്റോറി ഇടുന്നവരൊക്കെ ഇതിൽ ബന്ധപ്പെട്ടവർ തന്നെയാണ്. അല്ലാണ്ട് ഒരു റീൽസ് ചെയ്യാൻ വേണ്ടി പോയതിൻ്റെ പേരിൽ ഇങ്ങനെ അധിക്ഷേപിക്കരുത്. അത് മോശമാണ് ആരായാലും. ഒന്നും ഉണ്ടായിട്ട് പറയല്ല. അതാണ് ശരി. പോയല്ലോ, അത് അംഗീകരിക്കണം. ശരി എന്നാൽ. അസ്സലാമു അലൈക്കും.